ഒരിക്കൽ കടലിന്റെ രൗദ്രഭാവം ഒരു പടുകൂറ്റൻ കപ്പലിനെ വിഴുങ്ങി. ആർത്തലച്ച തിരമാലകൾ ഒരാളെ മാത്രം ജീവനോടെ ഒരു തീരത്തേക്ക് എറിഞ്ഞു. തിരമാലകൾ കവളിൽ തലോടി കടന്നു പോകുമ്പോൾ നനഞ്ഞ മണൽത്തരികളിൽ ബോധമറ്റ നിലയിൽ അവൻ കരക്കടിഞ്ഞു. പതിയെ കണ്ണു തുറന്നപ്പോൾ ചുറ്റുമിടതൂർന്നു നിൽക്കുന്ന പനമരങ്ങൾ കണ്ട് അവനാകെ പരിഭ്രമിച്ചുപോയി. അനന്തമായ ആഴക്കടലിലേക്ക് നോക്കി നിസ്സഹായനായി അലറി വിളിച്ചു. എന്നാൽ അവനെ ആരും കേട്ടില്ല. കണ്ണീരോടെ ആകാശത്തേക്ക് കൈകൾ ഉയർത്തി സഹായത്തിനായി പ്രാർത്ഥിച്ചു. പക്ഷേ മറുപടിയില്ലാത്ത നിശബ്ദതയിൽ ദുഃഖം അവനെ കാർന്നു തിന്നു. പ്രതീക്ഷയറ്റ് അവൻ ആ മണൽ തീരത്ത് തളർന്നിരുന്നു. എന്നാൽ തോറ്റുകൊടുക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. ജീവിക്കണമെന്ന ആഗ്രഹം അവനെ എഴുന്നേൽപ്പിച്ചു. തല ചായ്ക്കാനായി അവൻ ചുള്ളിക്കമ്പുകളും ചകിരിയും കൊണ്ട് ഒരു കൊച്ചുകൂര കെട്ടിയുണ്ടാക്കി. ഓരോ സന്ധ്യയും അവൻ ഒരുപോലെയായിരുന്നു. തീക്കുണ്ടത്തിനരികെ ഇരുന്ന് മീൻ ചുട്ടുതിന്ന് അവൻ രാത്രികൾ കഴിച്ചുകൂട്ടി. നേരം പുലർന്നപ്പോൾ അന്നത്തെ അന്നത്തിനു വേണ്ടി അവൻ തീരത്തുകൂടി നടന്ന് വീണുകിടന്ന തേങ്ങകൾ ശേഖരിച്ചു. എന്നിട്ടും ഓരോ ദിവസവും ശൂന്യമായ ചക്രവാളത്തിലേക്ക് നോക്കുമ്പോൾ അവന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചുകൊണ്ടിരുന്നു. പരുക്കനായ തഴമ്പിച്ച വിരലുകൾ കൊണ്ട് ഓലകൾ മെടഞ്ഞ് അവൻ കുടിലിന്റെ മേൽക്കൂര തീർത്തു. ഒരു ദിവസം തേങ്ങകളുമായി തിരിച്ചുവന്ന അവൻ കണ്ടത് തന്റെ കുടിൽ തീനാളങ്ങളിൽ അമരുന്നതാണ്. അത് കണ്ടവൻ സ്തബ്ധനായി നിന്നു. കറുത്ത പുക നീലാകാശത്തേക്ക് ചുരുളുകളായി ഉയർന്നു. നിസ്സഹായത രോഷമായി മാറിയപ്പോൾ അവൻ കണ്ണീരോടെ ആകാശത്തേക്ക് നോക്കി അലറി. കനലുകൾ അപ്പോഴും എരിഞ്ഞടങ്ങാത്ത ചാരക്കോനക്കരികിൽ അവൻ തളർന്നിരുന്നു. ഓരോ ശ്വാസത്തിലും പരാജയത്തിന്റെ കയ്പുനീരറിഞ്ഞു. ഒടുവിൽ കരഞ്ഞു തളർന്ന അവൻ ആ തണുത്ത മണലിൽ കിടന്ന് എപ്പോഴോ ഉറങ്ങിപ്പോയി. പുലർച്ചെ നേരിയ ഒരു സൈറൻ കേട്ടാണ് അവൻ ആ ദുഃഖനിദ്രയിൽ നിന്നുണർന്നത്. കണ്ണു തുറന്നു നോക്കുമ്പോൾ ദൂരെ കടലിൽ ഒരു പടുകൂറ്റൻ കപ്പൽ. അവന്റെ കണ്ണുകൾ ഒരേ സമയം ഞെട്ടൽ കൊണ്ടും സന്തോഷം കൊണ്ടും വിടർന്നു. പുഞ്ചിരിയോടെ അവൻ രണ്ടു കൈകളും ഉയർത്തി വീശി ആവേശത്തോടെ തീരത്തുകൂടി ഓടി. പളുങ്കുപോലുള്ള തിരമാലകൾക്കിടയിലൂടെ പ്രതീക്ഷയുടെ കൈവീശലുമായി ഒരു രക്ഷാബോട്ട് അവനരികിലെത്തി. കപ്പലിന്റെ മുകളിലെത്തിയപ്പോൾ ആശ്വാസത്തിന്റെ ആഴമുള്ള പുഞ്ചിരിയുമായി ക്യാപ്റ്റൻ അവനെ സ്വീകരിച്ചു. ക്യാപ്റ്റൻ വാത്സല്യത്തോടെ തോളിൽ തട്ടിയപ്പോൾ നന്ദിയാൽ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. "ഞാൻ ഇവിടെയുണ്ടെന്ന് നിങ്ങളെങ്ങനെ അറിഞ്ഞു?" അവൻ വിറയലോടെ ചോദിച്ചു. ക്യാപ്റ്റൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, "ആ ദ്വീപിൽ നിന്നുയർന്ന കറുത്ത പുക കണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്." അതുകേട്ട് അവന്റെ കണ്ണുകൾ നിറഞ്ഞു. തന്റെ സർവസ്വവും നശിപ്പിച്ച തീയും പുകയുമാണ് തന്റെ ജീവൻ രക്ഷിച്ചതെന്ന് അവൻ തിരിച്ചറിഞ്ഞു. പുക മൂടിയ ദ്വീപിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ അറിഞ്ഞു, തന്റെ വഴികളേക്കാൾ എത്രയോ മഹത്തരമായിരുന്നു ദൈവഹിതം.